നമ്മൾ ഇന്നലെ ഒരു ഭഗവത്ഗീതയിലുള്ള ഒരു ശ്ലോകം വായിച്ചു. അർജുനൻ പറയുന്നത് ഭഗവാനോട്, ചഞ്ചലം ഹി മനകൃഷ്ണ, ഇത് വായുവിനെ നിയന്ത്രിക്കുന്നതിനേക്കാളും വായുവിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിനേക്കാളും പ്രയാസമല്ലേ ഭഗവാനെ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ ഇന്നലെ വായിച്ചു. അപ്പോൾ ഭഗവാൻ അതിന് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപായങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ്. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് ഇത് സാധിക്കാം. അപ്പം നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് വൈരാഗ്യം എന്നുള്ളതിനെ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പല കാര്യങ്ങളും നമ്മൾക്ക് എനർജി എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ വരും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഒരു ദിവസം നമ്മൾക്ക് ചിലവാക്കാൻ ഒരു 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് വിചാരിക്കും. അതുപോലെ എന്നിട്ട് നമ്മൾ രാവിലെ ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും ഇതിൽ 80 രൂപ ചിലവാക്കി കഴിഞ്ഞു വിചാരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസത്തേക്ക് ആകെ ബാക്കിയുള്ളത് 20 രൂപയാണ് ചിലവാക്കാൻ. ഇതുപോലെയാണ് നമ്മുടെ എനർജി. ഈ ചിന്തകളുടെ പിന്നാലെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി ചിലവാകുന്നത് ഇതുപോലെയാണ്. നിങ്ങൾ നോക്കൂ, ചിലപ്പം എൻ്റെ കുട്ടികൾ വന്ന് പറയും, അമ്മ ഐ ഫീൽ എക്സോസ്റ്റഡ്, അത്രയും ടയേർഡായിട്ട് തോന്നുന്നു. ഞാൻ പറയും, മോനെ ദിവസം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണിത്? ഈ ക്ഷീണം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക, ശരീരം കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്പർ 1 എക്സ്പെക്റ്റേഷൻസ്, അതർ പീപ്പിൾസ് എക്സ്പെക്റ്റേഷൻസ്, മറ്റുള്ളവരുടെ പ്രൊജക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഇന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാവും, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പറ്റുന്നതിൻ്റെ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ അതിൻ്റെയും മേലെ പോയി അതിനെപ്പറ്റി വെറി ചെയ്ത് പേടിച്ച് ഭയപ്പെട്ട് നമ്മുടെ ഈ എനർജി മുഴുവനും ലീക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഭ്യാസം ഇത്രയും പ്രയാസമാവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ? അന്ന് അർജുനനോട് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ, മനസ്സിനെ ശ്രദ്ധിച്ച് മനസ്സിനെ പരിശീലനം ചെയ്ത് അതിനെ ഒരു സുഹൃത്താക്കി മാറ്റാനാണ് ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെന്തുകൊണ്ട് സാധ്യമാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are too many distractions. നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ഓൺ സ്മാർട്ട് ഫോൺ മാത്രം മതി അല്ലേ? നമ്മളുടെ ശ്രദ്ധ ഹൈജാക്ക് ചെയ്യാൻ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ മാത്രം മതി. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അതൊന്ന് എടുത്തു നോക്കാം, ആ ഒരു ഐറ്റം മാത്രം ഒന്ന് എടുത്തു നോക്കാം. ഒരു മെസ്സേജ് വന്നു, നമ്മൾ ക്വിക്കായിട്ട് നമ്മളത് റിപ്ലൈ ചെയ്യണം എന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കണം നമ്മളുടെ അടുത്ത് നിന്ന്, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വി ഫീൽ ലൈക്ക് വി ആർ ഫോഴ്സ്ഡ് ടു റെസ്പോണ്ട്. അത്ര പെട്ടെന്നായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു എക്സ്പെക്റ്റേഷൻ. എന്ത് സംഭവിക്കും നമ്മളിപ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ? എൻ്റെ അടുത്ത് എൻ്റെ ഒരു അനിയൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര ദിവസമായി മെസ്സേജ് അയച്ചിട്ട് എന്താ ഒരു റിപ്ലൈ ഇല്ലാത്തത്? ഈ പെട്ടെന്ന് മെസ്സേജ് തിരിച്ചയക്കാന്നുള്ള ശീലം നമ്മളങ്ങ് ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കും. ഓഫ് കോഴ്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. 2 തരത്തിലുള്ള മെസ്സേജസാണ് നമുക്ക് വരും. ഒന്ന് ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ളത്, ഒന്ന് അല്ലാത്ത പെട്ടെന്ന് ഒരു റെസ്പോൺസ് ആവശ്യമില്ലാത്തത്. ഇതിൽ ഈ ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ളതും പെട്ടെന്ന് നമ്മുടെ റെസ്പോൺസ് ആവശ്യമുള്ളതും അതല്ലാത്തതുമായ രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് രണ്ടിനും ഒരേ കാറ്റഗറിയിൽ പെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കത് 2 കാറ്റഗറി ആക്കിക്കൂടാ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടാത്ത എല്ലാറ്റിനും നമ്മൾ ഇമോജി ഇട്ട് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണ്, നിങ്ങൾക്ക് അതൊരു ശീലം ആയി മാറി ഇപ്പോൾ. അപ്പം നമ്മുടെ ടൈം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. ഏതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു, ഓരോ മിനിറ്റിലും നമ്മൾ മെസ്സേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തോന്നും, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാരണമുണ്ട്. നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ശ്രദ്ധയെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ ശ്രദ്ധ എവിടെയൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, സുഖമുണ്ടാവണമെങ്കിൽ ശാന്തി വേണം എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു. അശാന്തസ്യ കുതസുഖം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി സുഖത്തിന്റെ അധിഷ്ഠാനം തന്നെ ശാന്തി ഉണ്ടാവുക എന്നുള്ളതാണ്.
അപ്പോൾ ഏത് സമയത്തും ശ്രദ്ധ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ചെയ്യുന്നതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരുന്നത്? നമ്മളിപ്പോൾ ഒരു നാമജപം, നമ്മളിപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ ഈ കേൾക്കുന്ന പല ആളുകളും നാമജപം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പല ക്രിയ, മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഇതിൽ എത്രത്തോളം ആളുകൾക്ക് പൂർണ്ണമായ ശ്രദ്ധയോടെ ഈ ധ്യാനമോ ജപമോ ക്രിയയോ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ നോർമൽ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. നോർമൽ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ ഒരു നിയമം പോലെ നമ്മളിപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് അതെല്ലാം അനുസരിക്കണം, നിയമം അനുസരിക്കണം. അതൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ ഒരു മെമ്പർ എന്നുള്ളതിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഉയരണോ, ആത്മീയമായിട്ട് ഉയരണോ, നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസസിന് സമയവും ഒരു ശാന്തിയും, പൊതുവെ ഒരു ശാന്തി, ഒരു സമാധാനത്തോടെ ശ്വാസം കഴിക്കാൻ പറ്റുക, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അത് തന്നെ വളരെ വിരളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ ഡിറ്റാച്ച്മെന്റ്, ഭഗവാൻ പറയുന്നു അഭ്യാസവും വൈരാഗ്യവും. എന്താണ് വൈരാഗ്യം? വൈരാഗ്യത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ഈ ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ പെരുമാറിയിട്ടില്ലെങ്കിൽ എന്തിനാ അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് പെരുമാറുന്നത് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാം നമ്മളുടെ അടുത്തുനിന്ന്. നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമേ ഉള്ളൂ, നമ്മുടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ശ്രദ്ധയേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ടുള്ള പോകുന്ന നമ്മൾക്ക് ഇൻവിസിബിൾ ബാഗ് നമ്മൾ ഓരോരുത്തരും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ ബാഗ്സ്, പാസ്റ്റ് ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ റിലേഷൻഷിപ്സിൽ ഉള്ളതാവാം, വർക്കിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആവാം. ഈ ട്രോമ ഓരോരുത്തരും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് മറ്റുള്ളവർ അതിനേക്കാളും വലിയ ഒരു ബാഗ്, ഇൻവിസിബിൾ ബാഗ് ഓഫ് ഇമോഷണൽ ബാഗേജ് നമുക്ക് തരികയാണ്. ഇത് നമ്മൾ ക്യാരി ചെയ്ത് അപ്പൊ തന്നെ മെസ്സേജസിന് റിപ്ലൈ ചെയ്ത് ഫോൺ വിളിച്ച് അയ്യോ ഓക്കെ ആണോ എല്ലാവരും ഓക്കെ ആക്കി നിങ്ങൾ ഓക്കെ ആണോ? ഇതൊന്നും ചിന്തിച്ചു നോക്കൂ. എവിടെയൊക്കെയാണ് നിങ്ങൾ എനർജി സ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ ഈ അത്യാവശ്യം അല്ലാത്ത സ്ഥലത്ത് എനർജി സ്പെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? നമ്മൾ മനസ്സിലാക്കുക, നമ്മളിങ്ങനെ ഒരാൾക്കും പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വേർത്ത്. ചില ആളുകൾ പറയുമ്പോൾ ചില വീട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ കുറേ പണി എടുത്തു കൊടുത്തില്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ അയ്യോ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന്. അത് പറയുന്നത് ഒരു പക്ഷെ അവരുടെ അമ്മയാവാം. അപ്പോൾ നമ്മൾ ഒരാൾക്കും പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജീവിക്കുന്നതിന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലേ ഞാൻ ജീവിക്കാൻ അർഹയാകുന്നുള്ളൂ അല്ലെങ്കിൽ അർഹനാകുന്നുള്ളൂ എന്ന് ഒരാൾക്കും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വരുന്നത് എവിടുന്നാണ്? സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആരും പഠിപ്പിച്ചു തരുന്നില്ല. അപ്പോൾ എന്താണ് സെൽഫ് റെസ്പെക്ട്? എൻ്റെ ശാന്തിയാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്നൊരാൾ തീരുമാനിക്കുന്നതാണ് സെൽഫ് റെസ്പെക്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ കണ്ടില്ലേ, എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു നമ്മുടെ ഓൺ വെർത്ത്. നമ്മൾക്ക് എത്രമാത്രം മൂല്യം കൊടുക്കുന്നു എന്നതിലേക്ക് ചെന്നെത്തുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം എന്ന് പറയുന്നത് ശരി, ഒരു ദിവസം നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ശാന്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കൂ, ഈ വാലിഡേഷൻ, എല്ലാവരുടെ അടുത്തും അപ്രൂവൽ വേണം. എല്ലാവരും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എല്ലാവരും കൈയടിച്ചോളണം, എല്ലാവരും ലൈക്ക് ചെയ്തോളണം, എല്ലാവരും നമ്മളൊരു പിക്ചർ പോസ്റ്റ് ചെയ്യുക, അതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത്, ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരുടെ അടുത്തുമുള്ള വാലിഡേഷൻ, അതിനോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്, അതിനോടും വൈരാഗ്യം വരണം. നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ വളരെ കുറച്ച് കാര്യങ്ങളെ വേണ്ടു. ഇത് കൂടുതൽ കാര്യങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ട് ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവാണ് എന്ന് വിചാരിക്കും. ഒരു ഫയല്, നോട്ട് മൈ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല്, ഇത് എൻ്റെ പ്രോബ്ലം അല്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു ബാഗ് നമ്മൾ പാക്ക് ചെയ്യാണ്.
ഒരു മെസ്സേജ് അയക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചയച്ചില്ല, അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് എടുത്തില്ല. ശരി, ഒരാൾ കോൾ ചെയ്യാണ്, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാണ്. ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഒരു ജപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ, വളരെ ഡീപ്പായിട്ട് എല്ലാ ശ്രദ്ധയും കൊടുത്ത് ഒരു മന്ത്രജപം, ഒരു ദീക്ഷ കിട്ടിയ ഒരാളാണെങ്കിൽ മന്ത്രജപം ചെയ്യാണ്. വേറൊരാൾ കോൾ ചെയ്തു, നിങ്ങൾ അപ്പം തന്നെ എടുക്കുമോ ഫോണ്? എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെലിവറി ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരാൾ കാര്യം ഡെലിവറി ചെയ്യാൻ പോവാണെങ്കിൽ കോൾ ചെയ്താൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? വി കൻ ഓൾവേസ് കോൾ ദം ബാക്ക്, അല്ലേ? കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വിളിച്ച് എന്താ വിളിച്ചത് എന്ന് വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ അന്ന് വിളിക്കാൻ തോന്നുന്നില്ല, വേണ്ട, നാളെ വിളിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ശീലം, ഇത് കുറച്ചൊന്ന് കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മോർ ടൈം ഉണ്ട്, മോർ എനർജി ഉണ്ട്. എനർജിയും ടൈമും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ദിവസം ഗംഭീരമായിട്ട് പോകും. ലൈഫ് പല ചാലഞ്ചസും കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് എനർജി വേണം. അപ്പോൾ നമ്മൾ പണം ചെലവാക്കുന്നത് എത്ര ശ്രദ്ധിച്ചിട്ടാണോ അതുപോലെ എനർജി ചെലവാക്കാൻ പഠിക്കൂ. ഏതിനൊക്കെയാണ് മൂല്യമുള്ളത് എന്നറിയും. അപ്പം മൂല്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മുടെ എനർജി, നമ്മുടെ പ്രാണൻ, നമ്മുടെ ശക്തി ചെലവാക്കാൻ പഠിക്കും. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കൂടുതൽ സമയവും കൂടുതൽ എനർജിയും, നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. അപ്പോൾ ഈ വൈരാഗ്യത്തിൻ്റെ ഈ ഒരു കാര്യം എന്താണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്? ഇതിൽ നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ലൈഫിൽ വരുന്നത് കാണാം. ഇതൊന്ന് നോക്കൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഓവർ എക്സ്പെക്റ്റേഷൻസ് അതിയായ ലെവലിലുള്ള തരത്തിൽ നമ്മളുടെ അടുത്തുനിന്ന് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ ഓടി ചക്രശ്വാസം വലിച്ച് ഓടി പടഞ്ഞ് ജീവിച്ച് തീർക്കാണ്ട് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ജീവിതം വളരെ കുറച്ചുള്ള അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനെങ്ങോട്ട് വന്നത്? സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയാണ് മാറ്റി വെക്കേണ്ടത്, മാറ്റി നിർത്തേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്നുള്ള ഹോംവർക്ക്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു നോട്ട്ബുക്ക് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള കോൺവെർസേഷൻസ്, സംസാരങ്ങൾ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതാണ്, ചർച്ചകൾ ചെയ്യാണ്, പല കാര്യങ്ങളും. ഇതിലൊക്കെ ആവശ്യമുള്ളതാണോ? എൻ്റെ എനർജി ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത് വെർത്താണോ? ഇത് അതിത്രമാത്രം മൂല്യമുള്ള ഒരു സംഭാഷണമാണോ എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് മാത്രം ഇടപഴകും. അപ്പോൾ തന്നെ ഒരുപാട് എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് പറ്റുന്നത്ര ചെയ്തൂടെ? അത് പറ്റുന്നത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. എന്നിട്ട് അതിനനുസരിച്ച് ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആക്കാൻ നോക്കൂ. അപ്പം തന്നെ കാണാം ഈ വൈരാഗ്യം, ഭഗവാൻ പറയുന്ന ഈ വൈരാഗ്യം എങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് കാണാം. അപ്പൊ ഈ ശ്ലോകം ഒന്ന് വായിക്കാം. അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നത് ഒന്ന് കാണും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ.